ശ്യാംരാജ്, ഇവിടെ ഇന്ത്യ അമേരിക്കൻ കരാറുണ്ടോ എന്ന തർക്കമില്ല, ഉണ്ടായി. അത് ഏതെങ്കിലും തരത്തിൽ വ്യാജവാർത്തയിൽ ഉണ്ടായി. ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങില്ല എന്ന് ട്രംപ് പറഞ്ഞതാണ്. അതിൽ ഏതെങ്കിലും തരത്തിൽ സംശയമുണ്ടെങ്കിൽ ഞാൻ ബൈറ്റ് ചെയ്യിപ്പിക്കാം. അഥവാ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയാൽ സർവൈലൻസിന് പ്രത്യേക സംവിധാനം ഉണ്ടാകും. ഇതുപോലെ ആ ഉറപ്പ് ലംഘിച്ച് എണ്ണ വാങ്ങിയാൽ ഈ പറയുന്ന എന്താണ് പിഴച്ചുങ്കം വെട്ടിമാറ്റി പിന്നെ പുനഃസ്ഥാപിക്കും എന്നത് രേഖാമൂലം പറഞ്ഞതാണ്. അങ്ങനെ ഒരു ഉറപ്പും ഞങ്ങൾ കൊടുത്തിട്ടില്ല. അങ്ങനെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങലിൽ നിന്ന് ഒരു ഉറപ്പും ഞങ്ങൾ അമേരിക്ക കൊടുത്തിട്ടില്ലെന്ന് വിദേശകാര്യമന്ത്രി ഇന്നേ വരെ പറഞ്ഞോ? ധനമന്ത്രി ഇന്നേ വരെ പറഞ്ഞോ? പെട്രോളിയം മന്ത്രി ഇന്നേ വരെ പറഞ്ഞോ? പ്രധാനമന്ത്രി ഇന്നേ വരെ പറഞ്ഞോ? ശ്യാംരാജ്, അതുകൊണ്ടാണെന്ന് ഇതാ ഇപ്പോൾ എന്താണ് ബെസോത്തോ ഇറക്കുന്നത് ഇന്ത്യ 1 മാസത്തേക്ക് വേണേൽ വാങ്ങിക്കോളാൻ റഷ്യയിൽ നിന്ന് എണ്ണ. കഴിഞ്ഞല്ലോ ഹാഷ്മി, ഇടപെടരുത്. ഒന്ന്, നിങ്ങൾ ഈ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം ഒന്ന് വിദേശകാര്യമന്ത്രി ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഡേറ്റ് സഹിതം ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ തരാം. ഞങ്ങൾ റഷ്യയുടെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ ഒരു വിഷയം എന്താ അറിയാം, ഇവിടെ നിങ്ങൾ നോക്കൂ, 2022 തുടക്കത്തിൽ റഷ്യയിൽ നിന്ന് ഇന്ത്യ വാങ്ങുന്ന എണ്ണയുടെ പെർസെൻറ്റേജ് എത്ര? 0.2% ആണ്. ഇന്നത് 21%ലോട്ട് പോയി നിൽക്കുന്നു. അത് 36 ആയിരുന്നു, 37 ആയിരുന്നു, 40 ആയിരുന്നു. ഈ വേരിയേഷൻ വരുമ്പോഴും റഷ്യയുടെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്തത് ഈ സർക്കാർ ഉള്ളപ്പോഴും ആ പ്രധാനമന്ത്രിയുടെ പേര് നരേന്ദ്രമോദി എന്നുമാണെന്നേ. ഈ നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യം ട്രംപ് പറഞ്ഞു. ഞാനും നിങ്ങൾ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കേട്ടതാണ്. അദ്ദേഹം ഓഗസ്റ്റ് മുതൽ ഇത് പറയുന്നതാണ്. ഈ ഇന്ത്യ ഇനി റഷ്യയിൽ നിന്ന് വാങ്ങുന്നില്ല. അദ്ദേഹം ഓഗസ്റ്റ് മുതൽ പറയുന്നു. സെപ്റ്റംബറിൽ എന്താ സംഭവിച്ചത്? നമ്മളാണ് ഏറ്റവും കൂടുതൽ അവർ റഷ്യയിൽ നിന്നാണ് വാങ്ങുന്നത്. അങ്ങനല്ല, ഇന്ത്യ മേടിക്കുന്ന എണ്ണയിൽ ഏറ്റവും കൂടുതൽ റഷ്യയിൽ നിന്നാണ്. ഒക്ടോബർ, നവംബർ, ഡിസംബർ, ഈ 2026 ജനുവരി, ഫെബ്രുവരി. ഒരു വശത്ത് അമേരിക്ക ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മുടെ പ്രവൃത്തിയിൽ എന്താ കാണിക്കുന്നത്? നമ്മുടെ ആക്ഷൻ എന്താ? നമ്മുടെ ആക്ഷൻ നമ്മളതൊന്നും മൈൻഡ് ചെയ്യുന്ന പോലുമില്ല. നമ്മൾ ഇപ്പോഴും ഈ നിമിഷം വരെയും ഇന്ത്യ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത് റഷ്യയിൽ നിന്നാണ്. ഇനി ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയത്തിന്റെ അടിസ്ഥാനത്തിലേക്ക് ഞാൻ വരാം. അതായത് റഷ്യ ഉക്രൈൻ യുദ്ധം തുടങ്ങിയ സമയത്ത് അമേരിക്ക അവരുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ട്രഷറി ഒരു ഓർഡർ ഇറക്കിയിരുന്നു. അവരൊരു തീരുമാനമെടുത്തിരുന്നു. റഷ്യയിൽ നിന്ന് ലോകത്ത് എണ്ണ വാങ്ങുന്ന കമ്പനികൾ ആരൊക്കെയാണോ അവർക്ക് ഞങ്ങൾ ഉപരോധം കൊണ്ടുവരും എന്ന്. ഇന്നല്ല, 2022 റഷ്യ ഉക്രൈൻ യുദ്ധം തുടങ്ങിയ സമയത്ത് തന്നെ കൊണ്ടുവന്നിരുന്നു. തത്തുല്യമായിട്ട് ഇറാനെതിരെയും കൊണ്ടുവന്നിട്ടുണ്ടെന്നേ. ഞാൻ ഒരു കണക്കൂടി പറയാം. ഇവിടെ കോൺഗ്രസ് വക്താവിന്റെ വർത്തമാനമൊക്കെ പറയുന്നുണ്ടല്ലോ. 2010-11 കാലഘട്ടത്തിൽ ഇന്ത്യ രണ്ടാമത് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന ഇറാനിൽ നിന്നായിരുന്നു. 2011-12 ആയപ്പോൾ ഒറ്റയടിക്ക് 7ാം സ്ഥാനത്തേക്ക് പോയി. നിങ്ങളുടെ വലിയ ചങ്കുറപ്പിന്റെ കഥയാണ്. ഇനി ഇതിലോട്ട് ഞാൻ വരാം. ഈ 2022 റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ തുടക്കകാലത്ത് നിലനിന്നിരുന്ന അവരുടെ തന്നെ ഓർഡർ, അവരെന്താണ് പറഞ്ഞത്? ഏതൊക്കെ കമ്പനികൾ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നു ആ കമ്പനിക്ക് മേലെ ചില ഉപരോധങ്ങൾ ഏർപ്പെടുത്തും. അവർക്ക് ഡോളർ എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ അവരുടെ ഇൻഷുറൻസിന്റെ കാര്യത്തിൽ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ അമേരിക്കയ്ക്ക് എവിടേക്കാണോ ബാൻ ചെയ്യാൻ വേണ്ടി പറ്റുന്ന അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത് അവരുടെ സുഗമമായിട്ടുള്ള നടത്തിപ്പിനെ ബാധിക്കും. ഈ നടത്തിപ്പിനെ ബാധിക്കുമെന്ന് പറയുന്ന സമയത്ത് തന്നെയാണ് എന്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഇറക്കുമതി റഷ്യയിൽ നിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇന്നലെയാണ്, ഈ മാർച്ച് മാസം 5-ാം തീയതിയാണ് അമേരിക്കയുടെ ആ സ്റ്റേറ്റ്മെന്റ്, ഏത് ഈ ഇന്ത്യക്ക് ഒരു ഇളവ് വരുന്നുള്ള സ്റ്റേറ്റ്മെന്റ് വരുന്നത്. ആ സ്റ്റേറ്റ്മെന്റ് വരുന്നതിന് മുമ്പ് നമ്മൾ ഇവരെ ഇറക്കുമതി ചെയ്യുന്നുണ്ടെന്നേ. അതായത് 2022 റഷ്യ ഉക്രൈൻ യുദ്ധ സമയത്തെ അവരുടെ തീരുമാനത്തെ തൃണവൽക്കരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇപ്പോൾ ഇറക്കുമതി ചെയ്യുന്നതും. ഇപ്പോഴെന്താണ് സംഭവിച്ചത്? ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്, ഈ ലോകത്തില് ഇപ്പോൾ ഈ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിലെ കമ്പനികൾക്ക് അവർ അമേരിക്ക കൊണ്ടുവന്ന ഉപരോധം, അത് ഇന്ത്യൻ കമ്പനികൾക്ക് മാത്രമായിട്ട് ഉപരോധം വേണ്ടെന്ന് അമേരിക്ക വെച്ചു. ഇന്ത്യൻ കമ്പനിക്ക് വേണ്ടിയിട്ട് ഇന്ത്യൻ കമ്പനികൾക്ക് ആ ഉപരോധം വേണ്ടെന്ന് അമേരിക്ക വെച്ചു. ഇതാണ് കീഴടങ്ങൽ എന്ന് പറയുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ കീഴടങ്ങിയത് ആരാ? ഇത്ര കാലം അവർ പറഞ്ഞുകൊണ്ടിരുന്നു റഷ്യയിൽ നിന്ന് വാങ്ങില്ല എന്നത് കരാറിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞത് ഡൊണാൾഡ് ട്രംപ് ആണ്. പി ശ്യാമരാജ്, സർവൈലൻസ് സംവിധാനം ഉണ്ടാവുന്ന രേഖാമൂലമുള്ള പേപ്പറാണ് ശ്യാമരാജ്. താങ്കൾ പറഞ്ഞു വിദേശകാര്യമന്ത്രി പ്രതികരിച്ചു. ഏത് ഡേറ്റിലാണെന്ന് പറയാമോ? നമ്മുടെ ആക്ഷൻ എന്താണ്? താങ്കൾ പറഞ്ഞു വിദേശകാര്യമന്ത്രി പ്രതികരിച്ചു എന്ന്. ഏത് ഡേറ്റിൽ? ഞാൻ തരാന്ന് ഞാൻ പറഞ്ഞു. എന്തായിരുന്നു മറുപടി? അതറിയോ? 3-4 പേരില്ലെന്ന് ഒരേ കാര്യമല്ല പറയുന്നത്. ഞാൻ പറയട്ടെ. അല്ല, എന്തായിരുന്നു മറുപടി? പറഞ്ഞോട്ടെ. എന്തായിരുന്നു മറുപടി? നിങ്ങൾക്ക് അറിയോ? ഞാൻ തരാന്ന്. നിങ്ങൾ സമാധാനം. അല്ല, അങ്ങ് പറയൂ. അങ്ങ് മറുപടി പറഞ്ഞു കാണിച്ചത്. ഹാഷ്മി നിക്ക്. ഹാഷ്മി ഒറ്റ കാര്യം. ഇത് ട്രംപ് ആയാലും അമേരിക്കയിലും മറ്റധികൃതരായാലും പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആക്ഷൻ എന്തായിരുന്നു? നമ്മുടെ ആക്ഷൻ എന്തായിരുന്നു? ഏത് കമ്പനികളാണോ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് അവർക്കെതിരെ ഉപരോധം തുടരുമെന്ന് പറയുന്ന സമയത്തും ഇന്ത്യൻ കമ്പനികൾ വാങ്ങിയിട്ടുണ്ടെന്ന്. എന്നിട്ട് ഇപ്പൊ എന്താണ്? ഒളിച്ചിരുന്ന് കളിപ്പിക്കേണ്ട പണിയല്ലാന്ന്. ഇത് രാജ്യം ജെന്റിൽമാൻ ഡീലാണ്. ഒളിച്ചിരുന്ന് കളിപ്പിക്കേണ്ട പരിപാടിയല്ല ഇത്. ഇത് രാജ്യം ചർച്ച അമേരിക്ക ഇന്ത്യന്റെ ഇടപെടൽ ഞങ്ങൾക്ക് ഞങ്ങളായി നോക്കാൻ അറിയാം എന്ന് പറഞ്ഞ പ്രധാനമന്ത്രിമാരുള്ള രാജ്യമാണ്. അവരുമായി സൗഹൃദം തുടരും പോലും ശ്യാമരാജ്. എന്റെ ചോദ്യം റഷ്യയിൽ നിന്ന് ഇന്ത്യ വാങ്ങില്ല എന്ന് ട്രംപ് പലയാവർത്തി പറഞ്ഞതിന് ഞങ്ങൾ വാങ്ങും എന്ന് പറഞ്ഞ ഒരൊറ്റ പ്രതികരണം കാണിക്കാവോ ശ്യാമരാജ്? നിന്ന് വായിക്കുന്ന
വലിയ വായന വായിക്കണം എന്നാണ് പറയുന്നത്. ഒരൊറ്റ പ്രതികരണം കാണിക്കാവോ? അല്ലെങ്കിൽ വിദേശകാര്യമന്ത്രിയുടെ മറുപടി എന്തായിരുന്നു നിങ്ങൾക്ക് അറിയാവോ? അങ്ങേക്ക് മറുപടി ഇല്ല. കാര്യം എന്താണ്? അങ്ങനെ മറുപടി പറഞ്ഞിട്ടില്ല. നിങ്ങൾ സമാധാനപ്പെട്. ഞാൻ പറയട്ടെ, ഞാൻ പറയാതിരുന്നു. നിങ്ങളൊരു അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് ഞാൻ പറയാതിരുന്ന ശരിയാവോ? നമ്മൾ അമേരിക്ക പറയുമ്പോൾ നമ്മുടെ ആക്ഷൻ എന്താ? അതാണ് ഞാൻ പറഞ്ഞത്. 2022 മുതൽ ഇവർ ഇമ്പോസ് ചെയ്തിട്ടുള്ള ഒരു ഉപരോധമാണെന്ന്. ഏത് കമ്പനി റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇറക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഉപരോധം കൊണ്ടുവരും. പക്ഷേ നമ്മളത് കേട്ടോ? ഇല്ല. നമ്മൾ അതിനെ മൈൻഡ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇന്ത്യൻ കമ്പനികൾ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്തുകൊണ്ടായിരുന്നു. ഇന്നും നമ്മൾ ചെയ്യുന്നു. കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഈ രാജ്യം ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്നത് എവിടെ നിന്നാണ്? റഷ്യയിൽ നിന്ന് തന്നെയാണ്. നിലവിൽ ഇപ്പോഴെന്താ സംഭവിച്ചത്? ഈ കഴിഞ്ഞ ദിവസം അമേരിക്കയ്ക്ക് അവരുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ട്രഷറി അവർക്ക് അവരുടെ നിലപാട് മാറ്റേണ്ടി വന്നു. വളരെ സിമ്പിൾ ചോദ്യമാണ്. നമ്മൾ രാജ്യം എന്ന് പറഞ്ഞാൽ ഞാനും ശ്യാംരാജും വി.ആർ. അനൂപും മോഹൻ വർഗീസും മോഹൻ പിള്ളയും ഒക്കെ ഉള്ള രാജ്യമാണ്. ആ രാജ്യം ഇന്ത്യ റഷ്യയിൽ എണ്ണ വാങ്ങില്ല എന്ന് ട്രംപ് പറഞ്ഞു. അങ്ങനെയല്ല, തെറ്റാണെന്ന് ഒരു വാക്ക് ആർജവത്തോടെ പറഞ്ഞ ആരുടെയെങ്കിലും പ്രതികരണം കേൾപ്പിക്കാമോ ശ്യാംരാജെ? പറഞ്ഞ അജണ്ട പൊളിയുമ്പോ ഇടപെടല്ലേ? ഹാഷ്മി പറഞ്ഞ അജണ്ട പൊളിയുമ്പോ ഇടപെടല്ലേ? എനിക്ക് അങ്ങ് വ്യാജം പറഞ്ഞു. വിദേശകാര്യമന്ത്രി അതിന് മറുപടി പറഞ്ഞാണ്. അങ്ങ് വ്യാജം പറഞ്ഞതാണ്. അങ്ങ് ഡേറ്റ് പറയാമെന്ന് പറഞ്ഞു. അങ്ങക്ക് ഓർമ്മയുണ്ടോ എന്താ മറുപടി എന്ന്? ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി പന്ത് തട്ടി ഒരു കുഞ്ഞു ആരും പറഞ്ഞിട്ടില്ല. എന്റെ ഹാഷ്മി, നിങ്ങളിത് കുറെ നേരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കലല്ലേ? എനിക്ക് മറുപടി പറയണ്ടേ? എന്റെ പെട്ടെന്ന് ഞാൻ പറയും, നിങ്ങൾ കേൾക്ക്, ജനങ്ങൾ കേൾക്കട്ടെ, എന്നിട്ട് നിങ്ങൾ ചോദ്യം ചോദിക്ക്. എനിക്ക് ഇത് ഷോർട്ടായിട്ട് പറയേണ്ടതുണ്ട്. അതായത് ഈ റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ തുടക്കം മുതൽ അമേരിക്ക ലോകത്തിലെ വിവിധ കമ്പനികൾക്ക് ഉപരോധം ഏർപ്പെടുത്തി. ആ സമയത്തും അതിനെ തൃണവൽക്കരിച്ചുകൊണ്ട് ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങി. നിലവിൽ അമേരിക്കയ്ക്ക് അവരുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ട്രഷറിക്ക് അവരുടെ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടി വന്നു. ഇന്ത്യൻ കമ്പനികൾക്ക് ആ ഉപരോധം ഏർപ്പെടുത്തില്ല എന്ന് പറയേണ്ടി വന്നു. ഒരേ സമയത്ത് തന്നെ ഇന്ത്യൻ കമ്പനികൾക്ക് നിങ്ങളുടെ തിട്ടൂരം ഞങ്ങൾക്ക് വേണ്ട, എടുത്തോണ്ട് പോയി ഉത്തരവ്. ഞങ്ങളിത് ബാധിക്കാൻ ബാധ്യസ്ഥരല്ല, ഞങ്ങൾ പരമാധികാര രാഷ്ട്രമാണെന്ന് ആർജവത്തോടെ പറയണ്ടേ. ഇങ്ങനെ ഉരുണ്ട് കളിക്കാതെ ശ്യാമരാജ്, പിന്നോട്ട് പോകേണ്ടി വന്നു. ഇങ്ങനെ വഴവഴ ഉരുണ്ട് കളിക്കാതെ നേർക്കുനേർ പറയാൻ ധൈര്യം വേണ്ട നമുക്ക്. നമ്മൾ പരമാധികാര രാഷ്ട്രമാണ്. ഞങ്ങളെ ആരും ഒന്ന് ഡിക്റ്റേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ കാര്യം നോക്കാൻ എന്ന് ആർജവത്തോടെ പറയണ്ടേ നമ്മുടെ നേതൃത്വം. ശ്യാമരാജ്, നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? ഹാഷ്മി എന്താ വിചാരിക്കുന്നത്? പ്രോംപ്റ്റർ കയറി നിങ്ങൾ വായിക്കുന്നവരാണ് ഡിപ്ലോമസി. നമ്മുടെ ആക്ഷൻ എന്താണ്? നമ്മുടെ ആക്ഷൻ എന്താണ്? ആക്ഷൻ എന്ന് പറയുന്നത് അവർ പറയുന്നത് കേട്ടിട്ടുണ്ടോ? കൊമേഴ്സ് മന്ത്രാലയത്തിൽ കണക്കാണ് ഞാൻ പറയുന്നത്. 2026 ജനുവരി 1.98 ബില്യൺ ഡോളർ ക്രൂഡ്. ഇടക്കാലകാലം തൊട്ട് മുമ്പ് 44 മാസത്തിൽ ഏറ്റവും കുറവാണ്. ഡിസംബർ 2022 19.3% താഴോട്ടാണ്. നിർത്തിയിട്ടില്ല, ശരിയാണ്, പക്ഷെ ഗണ്യമായി കുറയ്ക്കുക. സിമ്പിൾ ഞാൻ പറയട്ടെ ഹാഷ്മി, സിമ്പിൾ ഞാൻ ചോദിക്കുന്നവർക്ക്. അതായത് എനിക്ക് 30 സെക്കൻഡ് എന്നാൽ മതി. അതായത് ഈ റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങുന്ന സമയത്ത് അവർ പറഞ്ഞു, ഏത് കമ്പനികളാണോ ഏത് രാജ്യമാണോ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങിക്കുന്നത് ആ കമ്പനികൾക്ക് ഉപരോധം ഏർപ്പെടുത്തുമെന്ന് അവർ പറഞ്ഞു. ഈ 2026 എന്താ സംഭവിച്ചത്? അവർക്ക് ആ സ്റ്റാൻഡിൽ നിന്ന് അവർ ഏത് കമ്പനിക്കാണോ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞത് ആ സ്റ്റാൻഡിൽ നിന്ന് ഇന്ത്യൻ കമ്പനിയെ മാറ്റേണ്ടി വന്നു. ഇന്ത്യക്ക് ഉപരോധം ഏർപ്പെടുത്തില്ല എന്ന് പറയേണ്ടി വന്നു. റഷ്യയിൽ നിന്ന് ഇന്ത്യ ഇന്ത്യയുടെ കമ്പനിയുടെ കാര്യം ഇവരാരാ? നമ്മൾ തീരുമാനിക്കും നമ്മുടെ കമ്പനി എവിടുന്ന് വാങ്ങിക്കേണ്ട കാര്യം. അത് പറയാൻ ഇവരാരാ? അതല്ലേ ചോദിക്കേണ്ടത്. ഇങ്ങനെ തലയ്ക്ക് പിന്നിൽ കൂടെ ചെറുക്കി പിടിക്കുന്നതിന് പകരം ഞങ്ങൾ തീരുമാനിക്കും ഒറ്റ വരി, വി വിൽ ഡിസൈഡ് എന്നൊരൊറ്റ വരി ഇറക്കിയാൽ മതി. We will decide എന്നൊരൊറ്റ വരി പറയാൻ ആർക്കെങ്കിലും ധൈര്യമുള്ള ചോദ്യം? പ്രവൃത്തിയോ? We will decide. ഇങ്ങനെ പച്ചക്ക് നാട്ടുകാരെ മൊത്തം കാണിച്ച് നാണം കെടുത്ത രീതിയിൽ ട്വിറ്റർ ഇട്ടേക്കാണ് അമേരിക്കയിലെ ഒരുത്തൻ. ഇങ്ങനെ ലോകത്തെ മുഴുവൻ കാണിച്ച് നാണം കെടുത്താൻ വേണ്ടി എക്സിൽ പ്രസംഗിക്കുക. അതിൽ ഞങ്ങൾ ഞങ്ങളുടെ കാര്യം തീരുമാനിക്കും എന്ന ഒരേ ഒരു വരി ധൈര്യത്തിൽ പറയാൻ ആരെങ്കിലും ഉണ്ടോ എന്ന ചോദ്യം ഇല്ല. അതാണ് കാര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.